അവളുടെ മുഖത്ത് നോക്കിയാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ആ ചുണ്ടുകളിലേക്കും മാറിടങ്ങളിലേക്കും അയാൾ അറിയാതെ നോക്കി. സുന്ദരി, ആണിനെ കൊതിപ്പിക്കും മദാലസ. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങയുടെ സ്വാഗതം. രേഷ്മ പി തങ്കച്ചനാണ് കോണ്ടന്റ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഒരു ഡിസ്ക്ലൈമർ. ഈ രേഷ്മ പി തങ്കച്ചനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണാൻ ഇരുന്നാൽ മതിയേ. അതല്ലാതെ ബാക്കിയുള്ള സോഷ്യൽ ആയിട്ടുള്ള കോണ്ടന്റുകളും രാഷ്ട്രീയപരമായിട്ടുള്ള കോണ്ടന്റുകളും ഒക്കെ കാണുന്ന ആളുകൾ, അവരിൽ ഭൂരിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ ഈ ചേച്ചിയുടെ ഈ അപരാധം കാണാൻ അല്ലെങ്കിൽ ഇവരെ പറ്റിയിട്ടുള്ള അപരാധങ്ങൾ കേൾക്കാൻ താല്പര്യം കാണില്ല. ഞാൻ ആരെയും ഇവിടെ ഫോഴ്സ് ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർ മാത്രം കാണാനിരിക്കുന്നവർ പരമാവധി വീഡിയോ മുഴുവനായി കാണാനിരിക്കുക. വേറൊന്നും കൊണ്ടല്ല അത് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇച്ചിരി അപരാധം കൂടുവിടെ. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. രേഷ്മ ചേച്ചിയുടെ പുതിയൊരു ആൽബം എന്നൊക്കെ അവര് പറയുന്നതാണ് ഇവർ ചെയ്യുന്നതിനെ ആൽബം എന്നൊക്കെ. എനിക്കതിനെ ആൽബം എന്നൊന്നും ഈ ചേച്ചി അഭിനയിക്കുന്നതിനെ വിശേഷിപ്പിക്കാൻ താല്പര്യമില്ല. എന്താണെങ്കിലും ചേച്ചി അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു കുന്ത്രാണ്ടത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ കുറെ വീഡിയോകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടേ. അതൊക്കെ കണ്ടു. ഞാൻ കണ്ടതുപോലെ തന്നെ തട്ടിയങ്ങ് വിട്ടു. യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറങ്ങുമ്പോൾ ഈ സാധനം വരുമല്ലോ, തട്ടിയങ്ങ് വിട്ടു. വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ വന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് ഡയറക്ടർ എന്നും പറഞ്ഞൊരു ചേട്ടൻ നിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡയറക്ടർ ചേട്ടനെ പറ്റിയിട്ടൊന്ന് പഠിക്കാൻ പോയി, ഒന്ന് തപ്പി നോക്കാൻ പോയി. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ രേഷ്മ പി തങ്കച്ചനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ, അവസാനത്തെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഇവരുടെ കൂടെ ഈ ഞാൻ പറഞ്ഞ ഇവർ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ച ഈ കുന്ത്രാണ്ടത്തിനകത്ത് കൂടെ അഭിനയിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അമ്പലത്തിലെ പൂജാരിയൊക്കെയാണ് ഇവരുടെ കൂടെയൊക്കെ. പോട്ടെ, ഡയറക്ടറിനെ പറ്റി ഞാനൊന്ന് തപ്പാൻ പോയി. തപ്പിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടി. എന്തിനാന്നല്ലേ, പറഞ്ഞു തരാം, വ്യക്തമായിട്ടും വിശദമായിട്ടും പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്കൊന്ന് രണ്ട് വീഡിയോ ക്ലിപ്പുകൾ കണ്ടാലോ സുഹൃത്തുക്കളെ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടിപ്പുറം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലും ധൈര്യത്തോടെ ക്ലിക്ക് ചെയ്തു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഒക്കെ കമന്റ് ബോക്സിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ പുതിയ ഈ കോലം ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് എനിക്കും അങ്ങ് മനസ്സും അടുത്തു പോയടേ. പേടിക്കണ്ട, ഒരു 2-3 ദിവസം നമുക്ക് ഈ സാധനമൊക്കെ പെട്ടെന്ന് വരുവടേ. ചില ആളുകൾ മുടി വെട്ടറ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തപ്പോൾ അറിയാതെ അങ്ങ് താടിയും മീശയും കളഞ്ഞു പോയടേ. പോട്ടെ, മുടിയിലോട്ടൊന്നും ആരും ഇനി പറഞ്ഞു വരരുത് കേട്ടോ. നടക്കുന്ന കേസല്ല, കുറച്ച് പാടായി ചൂടത്ത് ഇതൊക്കെ വളർത്തി നടക്കുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. കുറച്ചു പേർക്കൊക്കെ മനസ്സിലാവും, ചിലർക്കൊക്കെ കാണുമ്പോൾ അത് വേറെ എന്തൊക്കെയായിട്ട് തോന്നും. പിന്നെ മുടി ചീകി വെക്കട, ചുരുണ്ട മുടിയാടേ എൻ്റെ, എത്ര ചീകിയാലും ഇങ്ങനെ ഇരിക്കത്തുള്ളു. അപ്പം നമുക്ക് രേഷ്മയുടെ കാര്യങ്ങൾ കാണാം. കണ്ടോ, ഇതേ തുടങ്ങിക്കോ. സാർ ഒന്ന് കൈ കൊടുക്കും അവർക്ക് രണ്ടുപേർക്ക്, നായകന്. ഓക്കെ ബൈ. ഇപ്പൊ റിലീസിന് സക്സസ് സെലിബ്രേഷനും കാണാം നമുക്ക്. തീർച്ചയായിട്ടും സക്സസ് സെലിബ്രേഷൻ എവിടെ വെച്ചായിരിക്കും സാർ? എറണാകുളത്ത് വെച്ച് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളെല്ലാം മീഡിയ സുഹൃത്തുക്കളെല്ലാം എറണാകുളത്താണ് ഉള്ളത്. അപ്പോൾ എറണാകുളത്ത് വെച്ച് തന്നെ നമുക്ക് നടത്താം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സക്സസ് സെലിബ്രേഷൻ കാണാം. ബൈ. സിനിമയുമായിട്ട് വരണം കേട്ടോ. തീർച്ചയായും, താങ്ക് യു. ആ കയ്യിൽ പേപ്പറൊക്കെ ഇരിക്കുന്ന ചേട്ടനില്ലേ, ആ ചേട്ടനാണ് ഇതിന്റെ ഡയറക്ടർ. കണ്ടിട്ട് അത്യാവശ്യം പ്രായമുണ്ട്. എടാ, ഈ വേറെ പണിയൊന്നുമില്ലേ ഇതിങ്ങൾക്കൊന്നും? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. കാരണം ഒരു കലാരൂപം അത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു എന്താ ഇവർ ചെയ്യുന്നതിനെ ആൽബം എന്നൊന്നും എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല വലുതായിട്ട്. ഒരു ആ സാധനമാണ്. കാരണം ഈ രേണുസുതിയെ വെച്ചിട്ട് പല ആളുകളും ചെയ്ത ഈ ഷോർട്ട് ഫിലിമുകളോ അല്ലെങ്കിൽ ഈ ആൽബം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടവർക്കൊക്കെ അറിയാം. ഒരു കിണയില്ല അതിനകത്തൊന്നും, ഒന്നുമില്ല. ചുമ്മാ ഇവരെ കൊണ്ട് കുറെ കെട്ടിപ്പിടിപ്പിക്കുക ഇത് മാത്രം. നല്ല എന്നാൽ ഇവർക്ക് തന്നെ, ഇവര് പിന്നെ പൈസയ്ക്ക് വേണ്ടി, ഇവർക്ക് പൈസ കിട്ടുന്നു, ഇവർ ചെയ്യുന്നു പോകുന്നു, അത്ര ഇവരുടെ ഒരു മെന്റാലിറ്റി കാണുള്ളൂ. പക്ഷെ ഈ ചെയ്യിപ്പിക്കുന്നവന്മാർക്ക് നാളെ പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ ഇവനെയൊക്കെ ഏത് കണ്ണിലൂടെ കാണുമെന്ന് ചിന്തിക്കാനുള്ള നാട്ടുകാരെങ്ങനെ കണ്ടാലും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ പൈസ കിട്ടിയാൽ മതി, നമുക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എല്ലാം ഞാനും പറയും. പക്ഷെ എന്തൊക്കെ ഇരുന്നാലും കുടുംബമില്ല ഇവന്റെയൊക്കെ. കുടുംബക്കാർ ചോദിക്കത്തില്ല, ഈയിടെ എന്തോന്നാടാ ഈ ഷോർട്ട് ഫിലിമോ ആൽബം എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ആ സ്ത്രീയെ വിളിക്കുന്നു, വേറൊരുത്തനെ വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിപ്പിക്കുന്നു, കാറിൽ ഇരുന്ന് കെട്ടിപ്പിടിക്കുന്നു, പാടത്തിരുന്ന് കെട്ടിപ്പിടിക്കുന്നു, വിമാനത്തിൽ ഇരുന്ന് കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടുത്തം മാത്രം, വേറൊന്നും ഇല്ലല്ലോടെ എന്ന് ചോദിക്കത്തില്ലേ?
ഒന്നുമില്ലെങ്കിൽ അങ്ങേർക്കൊക്കെ അനുരാഗക്കാറ്റ്, എന്ത് അനുരാഗക്കാറ്റ്. ആ വിളിച്ചു വരുത്തിക്കുന്ന അപ്പുറം നിൽക്കുന്ന നായകൻ എന്ന് പറയുന്നത് എൻ്റെ പൊന്നെ പൂജാരി അമ്പലത്തിലേക്ക്. ഇവനൊക്കെ തലയ്ക്ക് ഓളമാണോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അഭിനയ കലയോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ നല്ല നല്ല കുഞ്ഞു ക്യാരക്ടേഴ്സ് കിട്ടിയാൽ മതി. ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സീരിയലിലോ അല്ലെങ്കിൽ സിനിമയിലോ, ഇല്ലെങ്കിൽ നല്ല ഷോർട്ട് ഫിലിമുകൾ, നല്ല ആൽബങ്ങൾ. ഈ ചേച്ചിയുടെയൊക്കെ ആരെങ്കിലും ആൾക്കാർ തെറി പറയാൻ കാണുന്നതല്ലാതെ നല്ല കലാകാരന്മാരാരും ഇവരുടെ ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഷോർട്ട് ഫിലിം ആൽബം ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ഇവരെ വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്യുമെന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ എന്തിന് ഇവരുടെ കൂടെ അഭിനയിച്ച് ഫെയിമിന് വേണ്ടിയിട്ടോ? ഇവരുടെ കൂടെ കുറെ ആളുകൾ അതിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടുകാരെ തെറിയാക്കാന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കാം, പക്ഷെ അതുകൊണ്ട് ഈ കലയെ നിങ്ങൾ നശിപ്പിക്കുന്നതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അടുത്തൊരു ക്ലിപ്പ് കേട്ടോ, അവർ പറയുന്നത് കേട്ടോ, എന്നിട്ട് മെയിൻ കാര്യം എത്തിയിട്ടില്ല കേട്ടോ, കേൾപ്പിക്കാം. അതൊക്കെ അവസാനം കുറച്ച് കഴിയട്ടെ, ഇത് കേട്ടോ. പെട്ടെന്ന് നമ്മൾ സാറിൻ്റെ ഒക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആദ്യം തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് തരും, അതാണ് ഏറ്റവും വലിയ. പിന്നെ അതുപോലെ നമുക്ക് എന്താണ് സ്ട്രെസ് എന്നുള്ളത് കാര്യങ്ങൾ, കോസ്റ്റ്യൂംസ് പറയും. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് സാറിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഉള്ളായിരുന്നു, ഇപ്പം വിഷ്ണു, ഞാനും, പിന്നെ സാറും, പിന്നെ ക്യാമറ അസിസ്റ്റന്റ്. അതുപോലെ സാറ് പറഞ്ഞിട്ട് നിങ്ങൾ മീഡിയക്കാർ വന്ന് എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയാണ്. ഈ വർക്ക് എല്ലാം വിജയമായി തീരട്ടെ. ബാംഗ്ലൂർ ഹോംസ് അല്ലേ, ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്ന. മോഹം റിലീസ് ചെയ്ത പോലെ തന്നെ സോ ഉടനെ ഉണ്ടാവും അല്ലേ? ഉടനെ ഉണ്ടാവും. ഇത് മോഹത്തേക്കാൾ, മോഹം നമ്മുടെ 2 മില്യൺ അടിച്ചു, അതിലും വലിയൊരു വിജയമായി മാറട്ടെ നമ്മുടെ ഈ അനുരാഗക്കാറ്റ് എന്ന് ഞാൻ ഇത് ചെയ്യുന്നു. അതുപോലെ നമ്മൾ വീണ്ടും രേണുവിനെ അവതരിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഞാനൊരു പുതിയ നായകനെ കൂടി ഈ അവസരത്തിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി ഒരു ഷോർട്ട് ഫിലിമിൽ കൂടി, അതും രേണുവിൻ്റെ കൂടെ തന്നെ, ഇത്രയും ശക്തനായ ഒരു നായികയുടെ കൂടെ തന്നെ ഒരു അവസരം വിഷ്ണു വിക്കും കൊടുത്തിരിക്കുകയാണ്. വിഷ്ണു വി നന്നായി പെർഫോം ചെയ്തു. പുള്ളി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, നന്നായി നന്നായിട്ട് ചെയ്തു. വിഷ്ണുവിന് എന്താണ്? വളരെ സന്തോഷം. രേണുവിൻ്റെയും സാറിൻ്റെയും ഒരു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം, അത് ഹാപ്പിയാണ്. പിന്നെ രണ്ടുപേരും പറഞ്ഞല്ലോ കാര്യങ്ങൾ, അതിനപ്പുറം എനിക്ക് സത്യയായ നായിക കൊള്ളാം. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 പേരേ ഉള്ളൂ കേട്ടോ, 2 പേരേ ഉള്ളൂ. രേണു, പിന്നെ അപ്പുറം നിൽക്കുന്നവൻ ഡയറക്ടർ. അഭിനയിക്കാൻ അവർ 2 പേരേ ഉള്ളൂ. ആകെ എനിക്ക് തോന്നുന്നു കയ്യിൽ എണ്ണാവുന്ന ഒരു വിരലിൽ എണ്ണാവുന്ന ഒരു കയ്യിൽ മാത്രം എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ, 5 പേര് അത്രേ ഉള്ളൂ ഈ സാധനം. അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഇയാളുടെ വേറെ 1-2 സാധനങ്ങൾ, അതായത് ഇയാളുടെ ഇൻസ്റ്റഗ്രാം ഞാനൊന്ന് തപ്പിയപ്പോഴത്തേക്ക് ഇതിന് മുമ്പ് ഇയാൾ രേണുവിനെ വെച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, പ്രൊഡ്യൂസർ എല്ലാം ഇങ്ങേരെ. എനിക്ക് മനസ്സിലാക്കിയത് എന്തോ നല്ല കുത്തി മറ്റേ സോക്കേട് ഉള്ളൊരു ടീമാണ് ഇയാള്. ഞാൻ ഇയാളുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് പോയി തപ്പി. ഇൻസ്റ്റഗ്രാം പോയി തപ്പിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇയാൾ അത്ര ഡീസൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലടേ. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്ന ചില പോസ്റ്ററുകൾ, ഇതൊക്കെ നമ്മൾ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ അയാളുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്നും മനസ്സിലാവണമെന്നില്ല. പിടികിട്ടിയോ? എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇയാൾ വേറെ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾപ്പിക്കാം. അതിന് മുമ്പ് നമുക്ക് ഇയാളുടെ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ കണ്ടോണേ. ഇതാണ് ഇയാളുടെ പേര്, ഹരി തമ്പി. ഇയാൾക്ക് എന്താണ് ആക്ടർ, ഫിലിം മേക്കർ, പോയറ്റ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ ഓഫ് മലയാളം ഫസ്റ്റ് ഹോം സിനിമ സീരീസ് ബാംഗ്ലൂരു ലോഡ്ജ് പരിപാടിയാണ് അല്ലേ, ഓൺ ബൈ ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ യൂട്യൂബ് ചാനൽ. കൊള്ളാം, ഞാനത് പോയി നോക്കി, വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് മൊത്തം രേണുച്യുതിയാണ് കണ്ടോ. കുറച്ച് ദിവസമായിട്ടുള്ള ഈ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ടുള്ള പരിപാടികളാണ് മൊത്തം അതിനകത്ത് കിടക്കുന്നത്. 2 പേരും കണ്ടോ, കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്താണെങ്കിലും ഇങ്ങനെ താഴത്തേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് അത് സായി പല്ലവി അല്ലേ ഇതാ നിൽക്കുന്നത്. ഇതെന്തോ സംഗതി, സായി പല്ലവിയൊക്കെ വെച്ചിട്ട് ഹൃദയത്തിൽ പ്രണയം മധുരഗാനം. ഇയാള് സായി പല്ലവി, ഇതൊക്കെ എന്തുവാടെ ഇതൊക്കെ? ഹൃദയത്തിൽ പ്രണയം മധുരഗാനം നിങ്ങൾക്കായി രതീഷ് പി രമേശന്റെ മനോഹര സംഗീതത്തിൽ ബാംഗ്ലൂരു ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനൽ റിലീസായി. എടാ എന്തോന്നാടേ ഇതൊക്കെ? ഒരു ഡയറക്ടർ അല്ലേ, ഏതോ ഒരു നായിക വെച്ചിട്ട് മോർഫ് ചെയ്ത്, താനൊക്കെ എന്ത് കൊലാകാരനാണോ താനൊക്കെ. താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് രേണുസുതിയുടെയൊക്കെ വേറെ എന്തൊക്കെയോ കിടപ്പുണ്ട് കേട്ടോ. ഇത് സ്നേഹ വീട് വൈറൽ വീഡിയോ 2025 രേണുസുതി ആദ്യമായിട്ട് അഭിനയിച്ച മോഹമെന്ന്. എൻ്റെ പൊന്നളിയാ, അതൊന്നും വേണ്ടളിയാ. നമുക്ക് വേറെ ഇതിനകത്തൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യേ. മറ്റേ ബിഡ്സ്നു കൊച്ചിക്കാരനൊക്കെ ഉണ്ട്.
ഇയാളൊക്കെ ചുമ്മാ ദേ കിടക്കുന്നു ഒരു സാധനം. ഇതെന്താ സാധനം? അവളുടെ മുഖത്ത് നോക്കിയാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ആ ചുണ്ടുകളിലേക്കും മാറിടങ്ങളിലേക്കും അയാൾ അറിയാതെ നോക്കി. സുന്ദരി ആണിനെ കൊതിപ്പിക്കും മദാലസ. ഫോട്ടോ ഇപ്പറ ഇട്ടേക്കുന്ന നോക്കി. അപ്പോൾ ഏതാണ്ട് ഇയാളെ പറ്റിയിട്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമാസ് യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലൈവ് കഥകളിൽ നല്ല കഥകൾ ഇങ്ങനെ വേണം എഴുതാൻ. പുള്ളിയുടെ എഴുത്തൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആണിനെ കൊതിപ്പിക്കും മദാലസ. ഏത് മൂടുള്ളൊരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു ആൽബം മേക്കറാണ് പുള്ളി എന്ന് ഇതിനകത്തുനിന്ന് അത്യാവശ്യം കിട്ടിയല്ലോ അല്ലേ നിങ്ങൾക്ക്? അല്ലപ്പ ഇയാളുടെ ആൽബത്തിൽ അപ്പൊ നിങ്ങൾ കെട്ടിപ്പിടുത്തം മാത്രം പ്രതീക്ഷിച്ചാൽ മതി, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ രേണു നേരത്തെ പറയുന്നത് കേട്ടു, സ്ക്രിപ്റ്റ് ഒക്കെ നേരത്തെ അങ്ങ് തൊലിക്കാറുണ്ടെന്ന് അയാള്. ഇതിനൊക്കെ ഈ സാധനം ഒന്ന് ഇറങ്ങട്ടെ, അപ്പൊ നമുക്ക് പറയാം എന്ത് സ്ക്രിപ്റ്റാണ് ഇതിനൊക്കെ ഉള്ളതെന്ന്. അവിടെ പോയി കെട്ടിപ്പിടിക്കുന്നു, ഇവിടെ പോയി കിടക്കുന്നു, മറ്റേടത്ത് പോയി കെട്ടിപ്പിടിക്കുന്നു. ഇത് മാത്രമല്ലേ, ഇതല്ല സ്ക്രിപ്റ്റ് എന്ന് പറയും. ഇതിനൊക്കെ സ്ക്രിപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? അത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇടയ്ക്ക് പറയുന്നത് കണക്ക് നല്ല ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാനിട്ട് അറിയണു കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റിനെ സ്ക്രിപ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇത് മൊത്തം ഇയാളുടെ അടുത്ത എന്തുവാ പറയാത്ത പ്രവാസി കഥകൾ. ആഹാ, ഫോട്ടോയൊക്കെ കണ്ടല്ലോ. ചേട്ടൻ പ്രവാസി ആയിരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ചില ആളുകളുണ്ടല്ലോ പ്രവാസ ജീവിതം ഭയങ്കരമായിട്ട് ശോചനീയമായി ഒന്നിനും ഏതാണ്ടൊക്കെ അതുപോലുള്ള ചില ആൾക്കാരുടെ കാര്യം കേട്ടോ പറഞ്ഞു, എല്ലാവരുടെയും ഒന്നും അല്ല. അതുപോലെ മൂത്തിരിക്കുന്ന ഒരു ചേട്ടനായിട്ടാണ് എനിക്ക് തോന്നുന്നത്, സീരിയസ്ലി. ഇല്ലെങ്കിൽ ഇറങ്ങട്ടെ പുള്ളിയുടെ സാധനം, നമ്മളെ ആൽബം എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ആ സാധനം ഒന്ന് ഇറങ്ങട്ടെ. ഇനി ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം, ഇതും കൂടെ മതി, ഇതും കൂടെ നിങ്ങളൊന്ന് കണ്ടോ. അങ്ങനെ ഇന്നത്തെ ഷൂട്ട് അല്ലേ വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഡയറക്ടറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രൊജക്റ്റാണിത്. അനുരാഗ കാറ്റ് അത് പാക്കപ്പ് ആയിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ആദ്യമായിട്ട് എൻ്റെ സ്നേഹം അറിയിക്കുന്നത് രേണു സുധിയാണ്. രേണുവിനെ പറ്റി ഞാൻ പല പ്രാവശ്യം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനാണ് തുടക്കം മുതൽ തന്നെ രേണുവിനെ ഞാൻ ആദ്യമായി മോഹത്തോടെ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും രേണുവായിട്ട് ഒരു നല്ല പ്രൊജക്റ്റ്, ഒരു പ്രേമത്തിനും അനുരാഗത്തിനും ഇഷ്ടത്തിനുമൊക്കെ മുൻതൂക്കം കൊടുത്ത്, എന്നാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം, ഇതുവരെ വരാത്ത. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രമേയത്തിന് കൂടുതൽ റൊമാൻസും സ്നേഹവും ഒരു കവിതയുണ്ട് ഇതിനകത്ത്. അതേപോലെ രേണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തീം സോങ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സോങ്ങും കൂടെ കോർത്തിണക്കിയിട്ടാണ് നമ്മൾ ഈ കഥ പറയുന്നത്. ഇത് ഒരു ദിവസം നടക്കുന്ന, രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന രണ്ട് കാമുകനും കാമുകിയുടെയും ഓർമ്മകളും അവർ തമ്മിലുള്ള സ്നേഹവും പറയാൻ വെമ്പുന്ന അനുരാഗത്തിൻ്റെയും കഥയാണ്. രണ്ട് കഥാപാത്രങ്ങളെ ഉള്ളൂ ഇതിൽ. അപ്പോൾ അത് വളരെ നന്നായിട്ട് നമുക്ക് ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇതിൻ്റെ ക്യാമറാമാൻ ശ്രീ ഷിനു ആൻ്റണി മാതാ സ്റ്റുഡിയോ ആണ് നമ്മുടെ. അതിൻ്റെ വേറെ മതി ചേട്ടാ, കൂടുതലൊന്നും പരിചയപ്പെടുത്തണ്ട. മൊത്തത്തിൽ 5 പേര് പറയാൻ വെമ്പുന്ന പ്രണയത്തിന്റെ, 2 പേരുടെ ഇടയ്ക്കത്തെ പ്രണയത്തിന്റെ തൊലിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. വെറൈറ്റി ആണെന്ന് ഇതുവരെ കണ്ടതിനെക്കാട്ടിലും ഭയങ്കര വെറൈറ്റിയാ. 2 പേരുടെ ഇടയ്ക്കത്തെ അനുരാഗത്തിന്റെ വെമ്പൽ കൊള്ളും തമ്പു. എന്തുവാ പറയണ്ടേ? എടോ തനിക്കൊക്കെ ഇച്ചിരി പ്രായമില്ലേടോ? എടോ 10 പേർക്ക് കാണാൻ കൊള്ളാവുന്നത്, അങ്ങനെ തന്നെ ഞാൻ പറയും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം ഇറക്ക്. ഇത് എന്താന്നാ താൻ നിന്ന് പറയുന്നത്? വെറൈറ്റി ആണെന്ന്. വെറൈറ്റി എന്ത്? 2 പേരുടെ ഇടയ്ക്കത്തെ അനുരാഗം. ചേട്ടനൊന്നും കുട്ടിയും കുടുംബമൊന്നുമില്ല. അവരൊക്കെ ഈ സാധനമൊക്കെ കാണുമ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്തൊക്കെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഓൺലൈൻ മീഡിയക്കാർ ഈ ചെന്നിട്ട് ഈ പ്രൊമോഷനൊക്കെ കൊടുക്കുന്നത് ഈ രേണു ഉള്ളത് കൊണ്ടാണ്. രേണു ഇല്ലെങ്കിൽ ഇയാൾ ഈ ചെയ്യുന്ന ഒന്നും നമ്മൾ ഈ റിയാക്ട് ചെയ്യാൻ പോലും ഇല്ല. പിടികിട്ടിയോ? അതാണ് സംഗതി. അതുകൊണ്ടാണ് ഈ രേണുവിനെ വിളിച്ചിടുന്നത്, കുറച്ച് കാശ് കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും 10 പേര് തെറി പറയാൻ കയറി കുറച്ചെങ്കിലും പൈസ കിട്ടും. അവരുടെ ഒരു വർക്കെന്നും പറഞ്ഞ് ഏതെങ്കിലും കാലത്ത് ഇതിനെയൊക്കെ വർക്കെന്നും പറഞ്ഞ് വല്ല ഡയറക്ടർമാരുടെ പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ അടുക്ക ചെന്ന് കഴിഞ്ഞാൽ കവാലം പിടിച്ച് പൊട്ടിച്ചു വിടും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ, അതിൻ്റെ പുറത്താണ് ഈ കാണിച്ച് കൂട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ വലിയ നല്ല സാധനമൊന്നും ആയിരിക്കും, ആരും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ഈ ചേട്ടൻ പറയുന്ന കണക്ക് മറ്റേ വെറൈറ്റി ഒന്നും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.